ദൈവം ആത്മാവാകുന്നു. അവിടുന്ന് നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. തലകളെ ഉടക്കാം, പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ നല്ല കർത്താവേ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തിരുവാലയത്തിലേക്ക് ഞങ്ങൾക്ക് കൂടി വരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കരുതിയ നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെ തിരുസന്നിധിയിൽ നിതാപത്തോടുകൂടെ ഉണർത്തിച്ച് ദൈവം നൽകുന്ന കൃപാദാനങ്ങൾ പ്രാപിപ്പാൻ ഈ ആരാധന അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. ആരാധനകൾക്ക് വേണ്ടി ആലയത്തിൽ ഒരുക്കിയ പ്രിയമുള്ളവർ, ആരാധന മധ്യത്തെ ശബ്ദത്തെ നിയന്ത്രിക്കുന്ന പ്രിയ സഹോദരൻ, 3 ആരാധനകളിലും ഗായക സംഘങ്ങളായി നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ളവർ, എല്ലാവരെയും അവിടുന്ന് കൃപയുടെ കരങ്ങളിൽ മറച്ചുകൊള്ളണമേ. അവിടുന്ന് നൽകുന്ന പുതുബലത്തോടുകൂടെ ശുശ്രൂഷാതലങ്ങളിൽ ബലപ്പെടുവാൻ പകർന്നാലും ഇന്നത്തെ വചന കേന്ദ്രീയം ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്താലും ബലപ്പെടുത്തിയാലും വചനം സംസാരിക്കുന്ന അച്ഛനെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ. കടന്നു വരേണ്ടുന്ന ജനത്തെയും ഞങ്ങൾ ഓർക്കുന്നു. കൃപയോടെ അവിടുന്ന് കൂട്ടിവരുത്തിയാലും പ്രാർത്ഥനയോടെ വിശ്രമതയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. അവിടുത്തെ കൃപാകടാക്ഷം കൂടെ ഇരുന്നാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 26-ാമത്തെ ഗീതം പകർന്നോട് ചേർന്ന് നമുക്ക് പാടാം. ഗീതം 26. നമ്മുടെ പരപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയാശബ്ദത്തോടും
സ്വർഗീയ കൃപാസംസരണതയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനകൾക്കായി നമുക്ക് നമ്മുടെ മുട്ടുകളെ മടക്കാം. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങൾ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരികട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരികട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. വിശ്വാസ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഉണർന്ന് നിതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം മുൻപിതാമ്പുറത്ത് കാണുന്ന നിതാപ പ്രാർത്ഥന വിനയ ഹൃദയത്തോടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, നിങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും കോണുകളെയും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ജീവിതദാത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. ഞങ്ങളോടുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഭാവിക്കണമെന്നല്ല, അവിടുത്തെ ഇഷ്ടപ്പെട്ടതിന് ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവപിതാവേ, ഞങ്ങളോട് അംഗീകരിക്കുന്നു. ഞങ്ങൾ അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനം ഞങ്ങൾക്ക് നൽകണമേ. ഇമേലങ്ങളുടെ നാമത്തിനായി ദുഃഖത്തിൽ ഞങ്ങളെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ കരുണണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താനെ കൊടുത്താം ഞങ്ങളുടെ മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് തിരുസന്നിധിയിൽ നമുക്ക് സ്തോത്രം കരയേറ്റാം. ആരാധനക്രമം 14 പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്രം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം കരയേറ്റാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ ഐക്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലവച്ചൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങനൊരു കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കലക്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പ്രസപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. വിശുദ്ധ സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന വേദഭാഗം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന വേദഭാഗം. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. മുൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന്
ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു. എൻ്റെ കാളകളെയും പഠിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യത്തെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുകൂട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൽ, അവിടെ കരച്ചിലും പുല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നിൽക്കവേ നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രസ്താവിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മനുഷ്യരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നമുക്ക് നമ്മുടെ കുട്ടികളെ മുടക്കം പ്രാർത്ഥനയ്ക്കായി പറയാം. സ്നേഹവാനായ സ്വർഗീയ നല്ല കർത്താവേ, തിരുവാലയത്തിലൂടെ നീ ആരാധിപ്പാനും സത്യ ദൈവത്തെ അന്വേഷിച്ച് ഞങ്ങൾക്ക് നൽകുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിനായും ഈ വിശ്വാസ ജീവിതം സമൂഹമായി സഭയായി ഒരുമിച്ച് പങ്കിടുവാൻ ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കുന്ന എല്ലാ ദൈവ കൃപകൾക്കായും സ്തോത്രം. ആലയത്തിലെ ശുശ്രൂഷകൾ തുടർന്നും ദൈവകൃപയാൽ അനുഗ്രഹപൂർണമായിരിക്കാനും ദൈവ സാന്നിധ്യം കണ്ടെത്തുന്നതായി തീരുവാൻ അവിടുന്ന് കൃപയൊരുക്കിയാലും ആലയത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ളവർ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അധ്വാനിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് നന്മകൾ പ്രദാനം ചെയ്ത് തുടർന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന വിവിധ തലങ്ങളിലായി ശുശ്രൂഷകളിലായിരിക്കുന്ന ഓരോ കമ്മിറ്റി അംഗങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവ ശുശ്രൂഷയിൽ ബലപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ദേശത്തെ ഒരുക്കുന്ന ഈ ആലയത്തിൻ്റെ ശുശ്രൂഷക്കാരായി ബലപ്പെടുവാൻ അവിടുന്ന് കൃപയാൽ തുടർന്ന് ബലപ്പെടുത്തിയാലും ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾക്കായി
കുടുംബ ജീവിതങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന കുടുംബ സമാധാനങ്ങൾക്കായി സ്തോത്രം. അനുദിനം ദൈവസന്നദ്ധയിൽ പ്രാർത്ഥനയിൽ ബലപ്പെടുന്ന കുടുംബങ്ങളായിരിക്കാൻ സഹായിക്കണമേ. പ്രതിസന്ധികളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളും ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി വരുമ്പോഴും മാറ്റമില്ലാത്തവരായി വാക്കുമാറാത്ത ദൈവമായി ഞങ്ങളുടെ പൂർവികരോട് കൂടെയിരുന്ന് വഴി നടത്തിയ തിരുസാന്നിധ്യം ഇന്നത്തെ തലമുറക്കാരായിരിക്കുന്ന ഞങ്ങൾക്കും ആലോചന പകർന്ന് വഴി നടത്തുന്ന എല്ലാ ദൈവ കൃപകൾക്കായി സ്തോത്രം. കുടുംബങ്ങൾ ദൈവ സമാധാനത്തിൽ ബലപ്പെടുവാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വളർത്തുവാൻ എല്ലാ മാതാപിതാക്കന്മാരെയും തുടർന്ന് ശുദ്ധീകരിച്ചാലും അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലമുറക്കാർക്കായി സ്തോത്രം. ദൈവാശ്രയത്തിൽ ദൈവസ്നേഹത്തിൽ ഞങ്ങളുടെ തലമുറക്കാർ പഠിച്ച് വളർന്നു വരുമ്പോൾ ഭക്തിക്ക് മാതൃകയുള്ള ഒരു സഭയായിരിക്കാൻ, കുടുംബമായിരിക്കാൻ, ദേശമായിരിക്കാൻ തുടർന്ന് കൃപ പകരണമേ. ആലയത്തിലൂടെയും വചനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവർ നേടിയെടുക്കുന്ന ദൈവരാജ്യ അനുഭവം ജീവിതത്തിൽ കൈമോശം വന്നു പോകാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. പഠനങ്ങൾ, തൊഴിൽ മേഖലകൾ ഞങ്ങളുടെ മക്കളോടൊപ്പം തിരുസാന്നിധ്യം അനുഭവിപ്പാൻ വചനത്തിലൂടെ ഭക്തന്മാർ തങ്ങളുടെ മക്കൾക്ക് അവകാശം വെച്ചതുപോലെ ഞങ്ങളുടെ മക്കളുടെ പഠന കാലയളവുകളിലും ഞങ്ങളുടെ മക്കളുടെ തൊഴിലിടങ്ങളിലുമെല്ലാം ദൈവ സാന്നിധ്യവും സംരക്ഷണവും തുടർന്നും അനുഭവിപ്പാൻ അവിടുന്ന് കൃപ പകർന്നാലും. വരുന്ന നാളുകളിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്. അങ്ങയുടെ കൃപാകടാക്ഷങ്ങളാൽ പരസ്പരം കൈമാറുന്ന ഉഭയസമ്മതമൊക്കെയും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എന്നെന്നും വിശ്വസ്തയോടെ കാത്തു പരിപാലിപ്പാൻ ആലോചനയോടെ അവിടുന്ന് വഴി നടത്തിയാലും ഗർഭാവസ്ഥകളിലായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് തക്ക സമയത്ത് അനുഗ്രഹീതമാകുന്ന ഉദരഫലം ദൈവം അനുഗ്രഹിച്ച് പ്രദാനം ചെയ്ത് വഴി നടത്തിയാലും പ്രസവാനന്തര ശുശ്രൂഷകളിലായിരിക്കുന്ന പ്രിയ മാതാക്കന്മാരെയും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവിടെ നനച്ച് ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള എല്ലാ ദൈവകൃപയും ഒരുക്കി വഴി നടത്തിയാലും ഞങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ബലവാനായ ദൈവം കൂടെയിരുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെയും ദൈവം കരം നൽകി വഴി നടത്തിയല്ലോ. സമാധാനത്തോടെ തുടർന്നും വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുവാൻ പ്രിയമുള്ളവരെ അവിടുന്ന് കരുതിയാലും ബലപ്പെടുത്തിയാലും വരുന്ന നാളുകളിൽ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കി പ്രാർത്ഥനയോടുകൂടെ പ്രതിഷ്ഠിപ്പാൻ ഒരുങ്ങുന്ന കുടുംബങ്ങളെയും അവിടുന്ന് കൃപയോടെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ രോഗാവസ്ഥകളിൽ കഴിയുന്ന പ്രിയമുള്ളവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരിക്കുന്ന ലളിതാലക്ഷ്മി പ്രിയ മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. സൗഖ്യദായകനായി അവിടുന്ന് കൂടെ ഇരുപ്പാൻ വരുന്ന സമയങ്ങളിൽ ആരോഗ്യം വീണ്ടെടുത്ത് ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രിയ മാതാവിനെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഭവനത്തിലായിരുന്ന ചികിത്സകളിലായിരിക്കുന്ന റോഷന പ്രിയ പൈതലിനെയും ജ്ഞാനമ്മ തേറക്കോട് പ്രിയ മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് ബലം പകരുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ഇസ്രായേൽ ജനങ്ങൾ അനുഭവിച്ചറിയുവാൻ കൃപയൊരുക്കി. ഈ നാളുകളിൽ ഞങ്ങളുടെ മാതാക്കന്മാർക്കും പിതാക്കന്മാർക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും മക്കൾക്കും അത് അനുഭവിപ്പാൻ അവിടുന്ന് കൃപയൊരുക്കുന്നു. തുടർന്ന് ദൈവകൃപയിൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. പകർച്ചവ്യാധിയാൽ ഈ ദേശം ഭാരപ്പെടുന്ന ഈ നാടുകളിൽ ദൈവകൃപയോടെ സൗഖ്യമായി അവിടുന്ന് വ്യാപരിക്കണമേ. റിജോഷ് പ്രിയ കുടുംബത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടുന്ന് സൗഖ്യദായകനായി കൂടെയിരിക്കണമേ. വിനോദ് തേറക്കോട്, ജെയിൻ ചിറ്റാലംകോട്, സാംലാൽ ഡീക്കർ, ഇവാനിയ പ്രിയ പൈതൽ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പകർച്ചവ്യാധി എന്ന രോഗത്തു നിന്ന് സൗഖ്യമായും ശമനമായും ഇവിടുന്ന് കൂടെയിരിക്കണമേ. വിശേഷാൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന ജോഷിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗ കിടക്കയുടെ അരികിൽ മനുഷ്യന് പോകുന്നതിന് പരിമിതികൾ കൽപ്പിച്ചിരിക്കുന്ന ഈ കാലയളവുകളിൽ പരിമിതികളും സമയബന്ധിതമായും സമയത്തിനപ്പുറമായും ചെയ്യുന്ന ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കൃപ പ്രിയ സഹോദരൻ അനുഭവിപ്പാൻ സൗഖ്യത്തോടെ ഭവനത്തിൽ മടങ്ങി വരുവാനോടൊന്ന് കൃപ പകരണമേ. ഭവനങ്ങളിലായിരുന്ന ചികിത്സകളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെയും ഓർക്കുന്നു. കരം നൽകി വഴി നടത്തുന്ന ദൈവകൃപയുണ്ട്. അവരവരുടെ ആവശ്യമറിഞ്ഞ് ഇസ്രായേൽ ജനങ്ങൾക്ക് മുൻപിലും പിൻപിലുമായി യാത്ര ചെയ്ത ദൈവ സാന്നിധ്യം അവരോട് കൂടെയിരുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, കൃഷിനാശങ്ങൾ സംഭവിക്കാതെയും പ്രകൃതി ദുരന്തങ്ങളിലേക്ക് പോകാതെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. അപ്പാ, അപ്പൻ്റെ കൃപ നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് അവയെ തരണം ചെയ്യുവാനുള്ള ശക്തി പ്രാപിപ്പാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പകർച്ചവ്യാധിയുടെ ഭാരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദര കുടുംബങ്ങൾക്കും ആശ്വാസമായി സൗഖ്യമായി അവിടുന്ന് വ്യാപരിച്ചാലും മഹായിടവകയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും തുടർന്നും ദൈവസന്നതയിൽ സാക്ഷ്യത്തോടെ ബലപ്പെടുവാൻ കൃപ പകർന്നാലും ശുശ്രൂഷാതലങ്ങളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും തുടർന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. ലോകമെമ്പാടും നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിലും എല്ലാ ആരാധനകളിലും ദൈവ സാന്നിധ്യം ജനം അനുഭവിപ്പാനും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ലോകത്തിലുള്ള അവിടുത്തെ മക്കൾ തുടർന്ന് പ്രവർത്തിപ്പാൻ അവിടുന്ന് കൃപയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ ഒന്നുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മറച്ചുകൊള്ളണമേ. ഇന്നത്തെ വചനകേൾവിയും അവിടുന്ന് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അച്ഛനെയും തിരുസന്നതയിൽ ബലപ്പെടുത്തി വഴി നടത്തിയാലും കുടുംബമായ ശുശ്രൂഷാതലങ്ങളിൽ ദേശത്തിന് സഭയ്ക്ക് അനുഗ്രഹമായി അവിടുന്ന് ബലപ്പെടുത്തുന്നല്ലോ. പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഞങ്ങൾ ഉണർവായി അനുഗ്രഹമായി തുടർന്നും ബലപ്പെടുത്തിയാലും തലമുറക്കാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപാകടാക്ഷം പ്രിയ കുടുംബത്തോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തിയാലും ആരാധനയുടെ ശേഷിച്ച ഭാഗങ്ങളും തിരുസാന്നിധ്യത്തിൽ കൂടെയിരിക്കണമേ. മാനമോഹമെടുത്താലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളെ ആവശ്യിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ പരീക്ഷകരുത്ത രാജ്യവും ശക്തിയുമാവും നീ നീക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയം ചർച്ചയ്ക്ക് ഒരു ഗാനം ആരംഭിക്കുമ്പോൾ സ്തോത്ര കാഴ്ചകൾ യേശുവിനെ നമുക്ക് അർപ്പിക്കാവുന്നതാണ്.
ഈ ആരാധനയിൽ പ്രത്യേക നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് ചർച്ച് ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നേർച്ച അർപ്പിച്ചിരിക്കുന്നത് സാജു എം എഡിസൺ സിമി ഭവൻ. ചാരുബെഞ്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നവർ സാജു എം എഡിസൺ സിമി ഭവൻ, പ്രിയ സജി ഭവൻ, അനുഗ്രഹ അഭിഷേക സജി ഭവൻ, ഡേവിഡ്സൺ ടി വാട്സൺ നിവാസ്. ഓർഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ജിഷ ജയഭവൻ, സെൽവരാജ് രാജ് ഭവൻ, ജയ സെൽവരാജ് ഇമ്മാനുവേൽ ഹൗസ്. പേരില്ലാതെ ഓർഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നേർച്ച അർപ്പിച്ചിട്ടുണ്ട്. മറ്റ് നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് സുന്ദരരാജ് ആഷിഖ് കുറവങ്കോണം, റയാൻ റോബിൻ ചിറ്റാലംകോട് ജോസ് ഭവൻ. ദൈവം നൽകിയ സൗഖ്യത്തെ ഓർത്ത് ദൈവസന്നദ്ധയിൽ സ്തോത്ര വഴിപാടുകൾ അർപ്പിച്ചിരിക്കുന്നു. ദാനം കപ്പ്യാർ പുളിയങ്കോട്. ദൈവം ചെയ്ത നന്മകൾക്കായി സ്തോത്രമർപ്പിച്ച് ഷാജി ആൻഡ് ഫാമിലി ഉഷസ്, ഷാനി US ഉഷസ്, ജെ റോബർട്ട് രാഗം. ജന്മദിന സ്തോത്രമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ പ്രസാദ് റോയ് എമർത്തേജ്, സജി ഭവൻ. വിവാഹ വാർഷിക കാണിക്കകൾ അർപ്പിച്ചിരിക്കുന്നത് ശ്രീ ആൻഡ് ശ്രീമതി ഷാജി ഉഷകുമാരി ഉഷസ്, വാട്സൺ ബീന വാട്സൺ വില്ല. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ മേഘ ആർ പുളിയങ്കോട്, പി ഡാർവിൻ വിക്ടർ ഷാലോം, ആരോൺ ജോൺ ചെറുമലക്കുന്ന്, റീന ചിറത്തലയ്ക്കൽ, അലീന ആർ ഡേവിഡ്സൺ വാട്സൺ നിവാസ്, ടിറ്റോ പൈവിളക്കോണം, ഡോക്ടർ ആനി റോബിൻസൺ MSD കാർത്തിക, വിജയ റോബർട്ട് ഡീക്കനസ് രാഗം, പ്രമോദ് ചെറുമലക്കുന്ന്, ഗോപി സുധാ നിലയം, സജിൻ മിനി ഭവൻ. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവ കൃപകളും നേർന്നുകൊള്ളുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ശ്രീ ആൻഡ് ശ്രീമതി നെൽസൺ സുനിത കണ്ണനിക്കോണം, സൈലസ് കമലം വട്ടപ്പാറ, ഗിൽബർട്ട് ദിവ്യ എറാക്ക, ആകർഷ് S സുമൻ അനുജ ആകർഷ് നിവാസ്, അപ്പുക്കുട്ടൻ രാജം അനീഷ് ഭവൻ, രാജൻ ഷീജാരാജൻ തറട്ടയിൽ, ജയാനന്ദ് ഡീക്കർ ഷീല ജയാനന്ദ് ജയഭവൻ, വിക്ടർ രഞ്ജു അച്ചു ഹൗസ്, ടൈറ്റസ് എൽസാമേരി അണ്ടൂർ, ജോണി ഷീജ JS നിവാസ്, ജെ റോബർട്ട് വിജയ റോബർട്ട് ഡീക്കനസ് രാഗം, ജോസ് സുബിന ചരുവിള, ജെയിംസ് കപ്പ്യാർ ലില്ലി പൈവിളക്കോണം, സത്യപ്രവീൺ ഗീതു ന്യൂ ബദേൽ ഹൗസ്, ജയരാജ് മെർലിൻ ജോൺ സാം കോട്ടേജ്, നിഖിൽ P പ്രേം പ്രീതി റോയ് നിഖിൽ കോട്ടേജ്. പ്രിയമുള്ള കുടുംബങ്ങൾക്ക് സഭയുടെ എല്ലാ വിവാഹ വാർഷിക ആശംസകളും ദൈവ കൃപകളും നേർന്നുകൊള്ളുന്നു. ഈ കാഴ്ചകളെയും നേർച്ചകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ കൊടുക്കാനും ദൈവപ്രസാദം നേടാനും ദൈവം കൃപയാൽ
തിരുവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കരയറ്റുന്നു. ഈ ദിനത്തിൽ ദൈവം തന്ന അനുഗ്രഹത്തിന് ഒത്തവണ്ണം മേശമേൽ കാണിക്കയായും മാസവരി സ്തോത്രമായും കൊയ്ത്തുത്സവ കാണിക്കയായും കൊണ്ടുവന്നർപ്പിച്ച എല്ലാ വഴിപാടുകളിന്മേലും അവിടുത്തെ കൃപ ധാരാളമായിട്ട് പകർന്ന് അർപ്പിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കാലയളവിൽ താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ചെലവിടുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ചാരുബെഞ്ച് നിർമ്മാണ പദ്ധതി വിജയപ്രദമായി തീരാൻ ദൈവകൃപ പകർന്ന് ഞങ്ങളെ വഴി നടത്തുന്നതുകൊണ്ട് നന്ദി. ഈ ദിവസത്തിലും അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് വേർതിരിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. കുടുംബങ്ങൾക്ക് ആവശ്യമായ നന്മകളെ അവിടുന്ന് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചർച്ച് ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഈ നാടുകളിൽ ആക്കക്കൂട്ടത്തക്കവണ്ണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കുക. സ്തോത്രം. ഇന്നും ദൈവസന്നിധിയിൽ വഴിപാട് അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച് കൃപകളാൽ നിറയ്ക്കണമേ. ജന്മനാൾ കാണിക്കയായും വിവാഹ വാർഷിക കാണിക്കയായും തിരുവാലയത്തിൽ കാണിക്കൾ അർപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ വർഷത്തിൽ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരാൻ സഹായിക്കണമേ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവസാന്നിധ്യം ജന്മനാൾ ആചരിക്കുന്നവരുടെ മേലും അർപ്പിച്ചിരിക്കുന്ന കാണിക്കുമേലും അവിടുന്ന് പ്രസാദിക്കുകയും ദീർഘായുസ് കൊണ്ട് അവർ നിറച്ച് പുതിയ വർഷത്തിൽ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ടുള്ള നന്മകൾ അവരുടെ ജീവിതത്തിൽ പ്രാപിച്ച് സുഖത്തോടും ബലത്തോടും സന്തോഷത്തോടും ക്ഷേമത്തോടും കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കാണിക്കൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ദൈവമേ, അവിടുന്ന് അവരെ തൃക്കൺ പാർക്കണമേ. ദോഷമായി നോക്കി വിടുവിക്കണമേ. നന്മകളും അനുഗ്രഹങ്ങളും ദാനം ചെയ്യണമേ. അവിടെ ഹൃദയവിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും അവിടെ പ്രാർത്ഥനകളെയും ദൈവം കേൾക്കണമേ. അവിടുത്തെ കരുണ കൊണ്ട് നിറച്ച അനുഗ്രഹത്തോടെ അവൻ നടത്തണം. തിരുസല്ലായിരിക്കും ഞങ്ങൾ എല്ലാവരെയും കാണിക്കയായി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും സമാധാനം കൂടെ എന്ന് ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായിട്ട് തീരാൻ ദൈവകൃപ പകർന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം പിറ്റെടുക്കണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരസ്യങ്ങളായ സഭയെ ഉറപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ വരുന്ന ഞായറാഴ്ചയും 3 ആരാധനകളുണ്ടായിരിക്കും. 1 മുതൽ 3 വരെയുള്ള വാർഡിലുള്ളവർക്ക് 7 മണിക്കും, 4 മുതൽ 6 വരെയുള്ള വാർഡിലുള്ളവർക്ക് 8 മണിക്കും, 7 മുതൽ 11 വരെയുള്ള വാർഡിലുള്ളവർക്ക് 9 മണിക്ക് എന്നീ സമയക്രമങ്ങളിലായിരിക്കും ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാത ആരാധനകളിലൊന്ന് സഭയുടെ യൂട്യൂബ് ചാനലിൽ 5 മണിക്ക് സംപ്രേക്ഷണം ചെയ്യുന്നതാണ്. ഭവനങ്ങളിലായിരുന്ന ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. വരുന്ന ഞായറാഴ്ച 26 ശുശ്രൂഷയായിട്ടാണ് ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി കർത്തൃമേശയുടെ അനുഭവം പങ്കിടുവാൻ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് ആരാധനകൾക്ക് ശേഷം സംഘടനാ കമ്മിറ്റികൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ആരാധനയെ തുടർന്ന് ആരാധനയ്ക്ക് ശേഷം കൊയർ കമ്മിറ്റി ഉണ്ടായിരിക്കും. കൊയർ കമ്മിറ്റിക്ക് ശേഷം പൂർ ഫണ്ട് കമ്മിറ്റിയും, പൂർ ഫണ്ട് കമ്മിറ്റിക്ക് ശേഷം ബിൽഡിംഗ് കമ്മിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ്. സംഘടനാ കമ്മിറ്റികൾ ഉണ്ടായിരിക്കുന്നതല്ല. ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസുകൾ ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീജന സഖ്യത്തിൻ്റെ ഓൺലൈൻ ആരാധന ഗൂഗിൾ മീറ്റിൽ 4 മണിക്ക് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ ശ്രീജന സംഘടനാംഗങ്ങൾ അതിൽ പങ്കെടുക്കുക. വരുന്ന ഞായറാഴ്ച സഭാ കമ്മിറ്റി ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ കമ്മിറ്റി അംഗങ്ങൾ കടന്നു വരിക. മഹായിടവക ശ്രീജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ മംഗല്യ 2022 പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുക. സാമ്പത്തികമായി സഹായിപ്പാനും സഹകരിപ്പാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ചാരുബെഞ്ചിൻ്റെ പണികൾ തുടർന്നും നടന്നു വരുന്നു. ആ പണികളെ പ്രാർത്ഥനയിൽ തുടർന്നും ഓർക്കുക, സഹായിക്കുക, സഹകരിക്കുക. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കോവിഡ് രോഗം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനാൽ പരിമിതമായ അളവിലായിരിക്കും ഭവന സന്ദർശനം ക്രമീകരിച്ചു വരുന്നത്. അതുകൊണ്ട് മാസവരി കവറുകൾ അതുപോലുള്ള മറ്റ് കവറുകൾ വാങ്ങിക്കൊണ്ടുപോകുവാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു.
അതുപോലെ പോർ ഫണ്ടിൻ്റെ ബോക്സുകൾ ആരുടെയെങ്കിലും ഭവനത്തിൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ഡീക്കന്മാരെ അറിയിക്കുകയോ സഭയിൽ കൊണ്ടുവരികയോ ചെയ്താൽ അതെടുക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്ത് നൽകുന്നതായിരിക്കും. നമ്മുടെ ദേശത്തെയും വിശേഷാൽ രോഗാവസ്ഥകളിൽ കഴിയുന്ന നമ്മുടെ ആലയത്തിലെ കുടുംബങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളിൽ തുടർന്ന് ഓർക്കുവാൻ വിനയമായി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. 485 ഗീതം എഴുന്നേറ്റ് പാടി വചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. തുടർന്ന് റവറൻഡ് ഡോക്ടർ LJ സാംജി സച്ചിനിൽ നിന്ന് ഇന്നത്തെ തിരുവചന സന്ദേശം നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. തേനിനേക്കാളും മധുരമുള്ള തിരുവചനം ഞങ്ങൾ ഈ ആരാധന മധ്യേ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ ദൈവകൃപ പകരുകയും ചെയ്യണമേ. മഹത്വം ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ള അച്ഛൻ, വന്ദിരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗായകസംഘങ്ങളെ, പ്രിയമുള്ളവരെ, വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുലത, പൊതു മാനവികതയും വിശ്വാസം പങ്കുവയ്ക്കലും എന്നതാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ബഹുലതകളുള്ള ഭാരതത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പല നിലകളിലുള്ള ആചാരങ്ങളും സംസ്കാരങ്ങളും വിശ്വാസ സംഹിതകളും നിറഞ്ഞ സമൂഹത്തിലാണ് നാം നമ്മുടെ ക്രിസ്തീയ വിശ്വാസം പങ്കുവയ്ക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. കർത്താവായ യേശു ക്രിസ്തു മാതൃകയായിട്ട് നമുക്ക് കാട്ടിത്തന്ന, അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് പകർന്നു തന്ന ആത്മീയത എന്നത് മതാതീതമായ ആത്മീയതയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളുടെ മധ്യേ ക്രിസ്തു സ്വഭാവത്തിലൂടെ വിശ്വാസത്തെ പങ്കുവയ്ക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ഒരു മഹാമാരിയെ നേരിടുന്ന സമയത്ത് മറ്റ് രോഗങ്ങളെപ്പോലെ ഈ രോഗം പിടിപെടുന്നവരെ വന്ന് കാണാനോ അവരെ ശുശ്രൂഷിക്കാനോ അവരുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാനോ നിയമം അനുവദിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ വിശ്വാസത്തിൽ വളരാനായിട്ട് സാധ്യമായി തീരും? പല നിലകളിലുള്ള ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും നമുക്ക് സ്വതന്ത്രമായി ചെയ്യുവാൻ തടസ്സമുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയപ്പെട്ട് നാം ഈ സമൂഹത്തിൽ നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുമ്പോൾ അതെത്രമാത്രം പ്രയോജനകരമായി തീരുമെന്ന് നാം അറിയണം. ഒന്ന് നാം ഓർക്കുക, നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ മധ്യേയും കൂടെയുള്ള ഒരു ദൈവം നാം ആരാധിക്കുന്ന ദൈവമാണ്. നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം നമ്മുടെ കഷ്ടതകളെ ദൈവത്തോട് പറയും. അതിനപ്പുറമായിട്ട് വേദപുസ്തക ചിന്തയിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരുത്തും എന്നാണ്. ചിലരൊക്കെ അത് അംഗീകരിക്കാനോ സ്വതന്ത്ര മനസ്സോടുകൂടെ അത് പങ്കുവയ്ക്കാനോ മുതിരുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. ചിലപ്പോൾ അവർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പറയാൻ മറ്റാരെങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കാം. എന്നാലും വേദപുസ്തക ചിന്തയിലും ദൈവ അനുസൃതമായിട്ടും സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരുത്തുമെന്നാണ് ദൈവവചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പങ്കുവയ്ക്കലിന്റെ ഭാഗമായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വേദനകളും ഭാരങ്ങളും സഭയിലെ ശ്രേഷ്ഠരോട് പുരോഹിതരോട് പങ്കുവയ്ക്കുകയും അവരുടെ പ്രാർത്ഥനകളാൽ സഭാജനങ്ങൾ നിശ്ചയമായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുകയും അവരുടെ പ്രാർത്ഥനകളിൽ ഈ വേദന അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, രോഗബാധിതരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇന്നൊരു 10-70 പേര് ഈ ആരാധന പങ്കെടുത്തിരിക്കും. പക്ഷേ ഇതിലെല്ലാവരും ചിലപ്പോൾ പ്രാർത്ഥിക്കണമെന്നില്ല. ഇന്ന് അച്ഛൻ പ്രാർത്ഥന ഓർമ്മിച്ച രോഗബാധിതരായവരെ കുറിച്ച് ചിലരെങ്കിലും നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസ പങ്കുവയ്ക്കലിന്റെ ഭാഗമായി നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. അതിൽ നാം എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിശ്ചയമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമായി തീരുകയും ചെയ്യും. മറ്റൊന്ന്, ഇന്ന് നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് ആരാധന പരിമിതപ്പെടുത്തിയാണ് നടത്തുന്നത്. സമയപരിമിതിയുണ്ട്. ഈ പരിമിതിയുടെ മധ്യേ നമുക്ക്
വായിക്കാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ പോലും വായിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ നമ്മൾ എത്ര പേരാണ് ഒരുക്ക ദിവസത്തിൽ ഈ വേദഭാഗങ്ങൾ കലണ്ടറുകളിൽ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എല്ലാ ഭവനങ്ങളിലും ഉണ്ട്. അൽമനക്കിൽ നമുക്കത് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കുടുംബമായിരുന്ന് വായിച്ച് ദൈവം എന്താണ് ഈ ദിനത്തിൽ എന്നോട് സംസാരിക്കുന്നതെന്ന് അതിനുവേണ്ടി ഒരുക്ക നാളിൽ സമയം കണ്ടെത്തുന്ന എത്ര പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ ചിലപ്പോൾ പുരോഹിതർ പ്രസംഗം തയ്യാറാക്കുന്നതിന് വേണ്ടി ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു വരാം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കൊയർ മാസ്റ്റർ എന്തായാലും ഒരുക്ക ദിവസത്തിൽ അതിന് മുമ്പ് തന്നെ ഭാഗങ്ങളൊക്കെ വായിച്ച് പാട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ശീലമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇപ്പോൾ ഈ വരുന്ന നാളുകളിൽ ഒരുക്ക നാളെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമായിട്ടാണ് നാം കാണുന്നത്. ആ ദിവസത്തിൽ കുടുംബമായിട്ടിരുന്ന് നമ്മുടെ കലണ്ടറിൽ നാളത്തെ ദിവസത്തിന് ഞായറാഴ്ച ദിവസത്തിന് തന്നിരിക്കുന്ന വേദഭാഗങ്ങളൊന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണ് ദൈവം നാളെ സംസാരിക്കാനായിട്ട് പോകുന്നത്, അതെൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കണം, എനിക്ക് പ്രചോദനമായി തീരണം, എന്നിലൂടെ എൻ്റെ ഈ വിശ്വാസം ഈ ബഹുലതയുള്ള സമൂഹത്തിൽ പങ്കുവയ്ക്കാനായിട്ട് സാധ്യമാകണം എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. അങ്ങനെ അടുത്ത ആഴ്ച മുതൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 വേദഭാഗങ്ങളാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന് യോനയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയും, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 40 വരെയും, മത്തായി 22 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ 3 വേദഭാഗത്തും ഇന്നത്തെ ചിന്താവിഷയത്തെ കുറിച്ചുള്ള 3 സാദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് 1-ാമത്തെ വേദഭാഗത്തിൽ ആവണക്ക് ചെടിയെ കുറിച്ച് അവിടെ പ്രത്യേകിച്ച് പറയുന്നു. 2-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതലുള്ള വാക്യത്തില് ഷണ്ണനും രഥത്തിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. 3-ാമത്തേത് വായിച്ചു കേട്ട വേദഭാഗത്ത് ഒരു കല്യാണ ഭവനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 1-ാമത്തെ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചിന്തയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന വിവേചന മതിലുകൾക്കപ്പുറമായി മനുഷ്യ സമൂഹത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോനയോട് തിന്മ നിറഞ്ഞ് നശിക്കാൻ പോകുന്ന നിർനിവയിൽ ചെന്ന് സുവിശേഷം പറയാനായിട്ട് ദൈവം വിളിക്കുന്നു. പക്ഷേ യോന അത് കാര്യമാക്കാതെ തർശീശിലേക്ക് കപ്പൽ യാത്ര ആരംഭിച്ച് അവിടത്തേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തെ വ്യതിചലിച്ച് തൻ്റെ ഹിതത്തിന്, തൻ്റെ സ്വാർത്ഥത അനുസരിച്ച്, തൻ്റെ സ്ഥിരത അനുസരിച്ച് യോന പുറപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന സംഭവം നമുക്കവിടെ കാണാൻ കഴിയും. കടൽക്ഷോഭമുണ്ടായി, കപ്പലിലെ ഭാരം വർദ്ധിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയും പലരുമൊക്കെ കടലിൽ പുറത്തേറി തള്ളുന്ന അനുഭവമുണ്ടായി. യോനയും ഈ കടലിൽ വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ മത്സ്യം യോനയെ വിഴുങ്ങുകയും 3 നാൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന കഴിയുകയും അത് കഴിഞ്ഞ് ദൈവം കൽപ്പിച്ചതുപോലെ നിനവേ പട്ടണത്തിൻ്റെ കരയിൽ യോന എത്തിച്ചേരുകയും ചെയ്യുകയാണ്. അവിടെ ചെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവർ ചെയ്യുന്ന വഷളത്വം തിന്മയ്ക്കെതിരെ അവരോട് പ്രസംഗിക്കണം, അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടാൻ അവരോട് സംസാരിക്കണം,
അവരെ പ്രാർത്ഥിച്ച് ഉപവസിക്കാനുള്ള ആഹ്വാനം അവർ കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ പട്ടണം ഞാൻ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ യോനയുടെ മനസ്സിലെ ചിന്ത ഈ പട്ടണം നശിക്കും. നമ്മുടെ വിശദമായിട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് ആ പട്ടണത്തിൽ നിന്ന് അല്പം മാറി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യോന ആയിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ദോഷം, തിന്മ, നാശം അവർ നീങ്ങിപ്പോകാനായിട്ട് കഴിയുന്നു. അപ്പോഴും യോനയ്ക്ക് കുറുകുറുപ്പാണ്. ഇത്രയും കടൽ താണ്ടി വന്ന് എന്നെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ള സന്ദേശം അവരെ അറിയിച്ചപ്പോൾ ദൈവം ഇപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആണ് ദൈവം മോശ ഇരുന്ന സ്ഥലത്ത് തണലിന് വേണ്ടിയിട്ട് ഒരു ആവണക്ക് ചെടി ഒരു ദിവസം കൊണ്ട് വളർന്നു വരികയാണ്. അതുകൊണ്ടായപ്പോൾ വളരെ സന്തോഷം തോന്നി യോനയ്ക്ക്. ആ ചെടിയുടെ തണലിൽ യോന പാർക്കുന്നു. അടുത്ത ദിവസമായിട്ട് അതിലൊക്കെ പുഴു വന്ന് ആ ഇലകളെല്ലാം നശിപ്പിച്ച് കളയുന്നു. വളരെ ഭാരവും പ്രയാസവും ദുഃഖമൊക്കെ യോനയ്ക്കുണ്ടായി നമുക്ക് കാണാനായിട്ട് കഴിയും. ആ സമയത്ത് യോനയോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന വേള എന്ത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന അവസരങ്ങളിലല്ല ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മുടെ അരികിൽ വരുന്നതും നാം വേദനപ്പെടുമ്പോഴാണ്, സങ്കടപ്പെടുമ്പോഴാണ്, ഭാരപ്പെടുമ്പോഴാണ്, ആകുലപ്പെടുമ്പോഴാണ്. ഈ യോനയ്ക്കുണ്ടായ ആകുലത എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. നിലവെ പട്ടണം നശിക്കുന്നതുകൊണ്ടല്ല, തനിക്ക് തണലായിരുന്ന ആവണക്ക് ചെടി നശിച്ചു പോകുന്നത് കൊണ്ടാണ്. അതിനുള്ള ദുഃഖവും ഭാരവുമാണ് യോനയ്ക്കുണ്ടായത്. യോനോട് പറയാൻ ചോദിക്കുകയാണ്, ഈ പട്ടുപോകുന്ന ആവണക്ക് ചെടിയെക്കുറിച്ച് നിനക്ക് ഇത്ര കരുതലുണ്ടെങ്കിൽ നിനിവേ പട്ടണത്തിൽ 1,20,000 പരം മനുഷ്യർ തിങ്ങിപ്പാർക്കുകയാണ്. അവർ നശിച്ചു പോകുന്നതിനെ കുറിച്ച് നിനക്ക് വിചാരമില്ലയോ എന്നാണ് ഈ ദൈവം യോനയോട് ചോദിക്കുന്നത്. ദൈവം തന്റെ ദൗത്യം യോന മുഖാന്തരം നിറവേറ്റുന്നു. അത് അനുതാപത്തിലേക്ക് അവരെ നയിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. പക്ഷേ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്നത് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ ഏത് ജാതിക്കാരെന്നോ, ഏത് മതത്തിൽപ്പെട്ടവരെന്നോ, ഏത് നിലവാരമുള്ളവരെന്നോ, അവരുടെ ജീവിതശൈലി എന്താണെന്നോ ദൈവം കണക്കെടുത്തില്ല. ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഒരു അവസരം ദൈവം ഒരുക്കുകയാണ്. ആ അവസരത്തെ ആ നിലവെ പട്ടണക്കാർ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. മാനസാന്തരപ്പെട്ട് അവർ മടങ്ങി വന്നു. അതുകൊണ്ട് അവർ നാശത്തുനിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി മാറി. മതാചാരങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം സർവമാനവരിലും പകരുകയും തിന്മയെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന അനുഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മതാചാരങ്ങൾക്ക് മുന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം വളരെ ശ്രേഷ്ഠമാണ്. അതാണ് ക്രിസ്തീയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ബഹുലതയുള്ള സമൂഹത്തിൽ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നത്. പക്ഷഭേദമില്ലാതെ ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ നാം അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ് യേശു. അതിനെയാണ് പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നതാണ് എൻ്റെ കൽപ്പന എന്നാണ് യേശു പറഞ്ഞത്. മനുഷ്യർ കെട്ടിയുയർത്തുന്ന മതിൽ ചുവരുകൾ, അതിർവരമ്പുകൾ ധാരാളമാണ്. മാനവികത നഷ്ടപ്പെടുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയൽവക്കത്തിലെ വീട്ടുകാർ തങ്ങളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയോ കണ്ട്
മനസ്സിലാക്കുമെന്ന് ചിന്തിച്ച് മതിൽ ഉയർത്തിക്കെട്ടുന്ന അനുഭവ മാനവികതയുമാണ് നമുക്ക് പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇവിടെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന വിവേചനങ്ങൾക്ക് അധീനമായി മനുഷ്യകുലത്തെ ദൈവസ്നേഹം സന്ധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അത് ഈ നിനവേ പട്ടണത്തെ ദൈവം വീണ്ടെടുക്കുന്നതിലൂടെ നമുക്ക് അനുഭവമായി തീരുന്ന ഒന്നാണ്. ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ ഇതാണ്. 300 പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ എല്ലാ മാസവും അവർ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി, ഓരോരുത്തരും 100 രൂപ മാറ്റിവെച്ച് തങ്ങളുടെ പേര് ഒരു ബോക്സിനകത്തിട്ട് നറുക്കെടുക്കുക പതിവാണ്. അങ്ങനെ വരുമ്പോൾ 30,000 രൂപ ഒരു മാസം ഒരാൾക്ക് ഒരുമിച്ച് കിട്ടും. ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മധ്യേ ഒരു ദിവസം ഒരു യുവാവ് തൻ്റെ പേരെഴുതാതെ മറ്റൊരു സ്ത്രീയുടെ പേര് എഴുതി ആ ബോക്സിൽ നിക്ഷേപിച്ചു. നറുക്കെടുത്തപ്പോൾ ആ സ്ത്രീക്ക് അത് കിട്ടി, നറുക്ക് വീണു. ആ സ്ത്രീക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സമയമായിരുന്നു. കാരണം തൻ്റെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വളരെ ധനം ആവശ്യമായിരുന്ന സമയത്ത്. അപ്പോ അവരവരാണ് അവരവരുടെ പേരെഴുതി ബോക്സിലിടുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ആ നറുക്കിട്ടവർ ഈ 300 പേരുകളും എടുത്ത് പരിശോധിച്ചപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് അന്ന് ആ മാസത്തിൽ എഴുതിയിട്ട പേരുകളല്ല, എല്ലാവരും എഴുതിയ പേര് ഒന്നായിരുന്നു, ആ സ്ത്രീയുടെ പേരായിരുന്നു. അപ്പൊ ഇവിടെ ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ ഒരു മാനവികതയുടെ അടിസ്ഥാനത്തിൽ ആ അവരുടെ ആവശ്യത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം യേശു നമുക്ക് കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്തയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, വചനം ഗ്രഹിക്കുന്നവർ ക്രിസ്തുവിനെ കൈക്കൊള്ളും. വചനം ഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ഒരു ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തി 26 മുതൽ 46 വരെയുള്ള വേദഭാഗത്ത് എത്യോപ്യ രാജ്യങ്ങളുടെ ഷണ്ണൻ ഫിലിപ്പോസിനെ കണ്ടുമുട്ടി അവർ യാത്ര ചെയ്യുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുവാനിടയായി ഇതിന്റെ പൊരുളും വേർതിരിച്ച് തരാനായിട്ട് ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുന്നു. അവിടെ യേശുവിനെ കുറിച്ചാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, വീണ്ടെടുപ്പുകാരനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് പറയുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. വചനം ഗ്രഹിക്കുവാൻ പല മാർഗങ്ങളുണ്ട് വേദപുസ്തകം വായിക്കുന്നതിലൂടെ. നമ്മൾ ഈ വേദപുസ്തകം ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്ന സംഘടനകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് വേദപുസ്തകമൊക്കെ വാങ്ങി സഭകളിൽ വിതരണം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ശ്രേഷ്ഠത പ്രത്യേകത, അങ്ങനെ വിതരണം ചെയ്ത് ആരും കൊടുക്കാതെ വേദപുസ്തകം കയ്യിൽ ലഭിച്ച്, അതായത് സൗജന്യമായിട്ട് ലഭിച്ച്, സ്കൂളിൽ നിന്നായാലും ഹോട്ടലിൽ നിന്നായാലും മറ്റു സ്ഥലങ്ങളിൽ നിന്നായാലും ലഭിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന അനേകരുടെ സാക്ഷി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വചനം കേൾക്കുന്നതിനപ്പുറം വായിക്കുന്നതിനപ്പുറം അത് ഗ്രഹിക്കുന്നതിലാണ് പ്രധാനം. അങ്ങനെ ഗ്രഹിക്കുന്നവർ ക്രിസ്തുവിനെ കൈക്കൊള്ളും. നമ്മുടെ ഭാരതത്തിലും അങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ട അനേകരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിലും സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന വിരമിച്ച ഒരു വ്യക്തി തന്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പറയുന്നത് നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്രകാരം നീതിന്യായ വ്യവസ്ഥയിൽ സ്വതന്ത്രമായി എനിക്ക് ആ നിർവഹണം നിറവേറ്റാൻ എന്നെ സാധ്യമാക്കിയത് ക്രിസ്തുവിന്റെ സുവിശേഷമാണെന്ന് ക്രിസ്ത്യാനിയായ ഒരു ജഡ്ജിയല്ല, അക്രൈസ്തവനായ ഒരു ജഡ്ജിയാണത് പ്രസ്താവിച്ചത്. വാസ്തവമായും വചനം ഗ്രഹിക്കുന്നവർ വായിക്കുക മാത്രമല്ല, വേദപുസ്തകത്തിലൂടെ, പ്രസംഗത്തിലൂടെ, കൺവെൻഷൻ യോഗങ്ങളിലൂടെ, നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലൂടെ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ഗ്രഹിക്കുന്നവർ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നമ്മൾ പലപ്പോഴും ആ ക്രിസ്തുവിനെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് വചനം പറഞ്ഞ ആളിനാണ് സ്വീകരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. പിന്നെ അയാൾ പറയുന്നതാണ് എന്തും നമുക്ക് പ്രധാനം. ക്രിസ്തുവിന് ഒരു സ്ഥാനമില്ല, ആ വചനത്തിന് ഒരു സ്ഥാനമില്ല. നമ്മുടെ സ്ഥാനം കൊടുക്കേണ്ടത്
ഈ വചനം പ്രസംഗിച്ച ആളല്ല. ക്രിസ്തുവിനാണ് ജീവിതത്തിൽ സ്ഥാനം നൽകേണ്ടതെന്ന് നാം മറന്നു പോകരുത്. ഇവിടെ ഷണ്ഡൻ ചെയ്യുന്നത് സുവിശേഷം വായിച്ചു, അവനത് ഗ്രഹിച്ചു, ക്രിസ്തുവിനെ കൈക്കൊണ്ട് സ്നാനം സ്വീകരിച്ചു. ഇങ്ങനെയുള്ളൊരു വിശ്വാസ പങ്കുവയ്ക്കൽ നമുക്കും അനുവരണമായ ആവശ്യമാണ്. നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം പങ്കുവയ്ക്കേണ്ടത്. മൂന്നാമത്തെ വേദഭാഗത്ത് നാം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ചിന്ത എന്നത് സർവമാനവർക്കുമായിട്ട് ഒരുക്കപ്പെടുന്ന സ്വർഗരാജ്യം, ദൈവരാജ്യം. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഞാൻ മാത്രമേ ഈ രാജ്യത്തിന്റെ അവകാശിയായിട്ട് തീരുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭാഗക്കാർ അവകാശപ്പെടുന്നത് പോലെ ഇങ്ങനെയുള്ളവർ മാത്രമാണ് ആ രാജ്യത്തിന്റെ അവകാശികളായിട്ട് തീരുന്നതെന്ന് നമുക്ക് പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട്. പക്ഷേ അതിന് ദൈവം കർത്താവായ യേശു ക്രിസ്തു ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. രാജാവ് തന്റെ മകന്റെ വിവാഹം പ്രമാണിച്ച്, കല്യാണം പ്രമാണിച്ച്, നമുക്കറിയാം ഒരു രാജാവിന്റെ മകന്റെ കല്യാണം നടക്കുമ്പോൾ ആരൊക്കെ അനുഷ്ഠിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും അവരെ സ്വീകരിക്കാൻ, അവരെ ആദരിക്കാൻ, അവരെ പരിചരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പക്ഷേ അവിടെ പറയുന്നത് ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടേതായ ജീവിത ചരിതകൾക്ക് വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയി. അപ്പോൾ രാജാവ് ചെയ്യുന്നത് തൻ്റെ ഭടന്മാരെ അയച്ച് ക്ഷണിക്കപ്പെടാത്തവർ, നിങ്ങൾ പോയി ആരെയൊക്കെ കാണുന്നു അവരെല്ലാം കൂട്ടിക്കൊണ്ട് വരണം, അതിനും കല്യാണ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ ഈ വന്നവർക്കെല്ലാം വസ്ത്രം വരെ അവിടെ ഒരുക്കിയിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് സാനിറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് ദേവാലയത്തിന്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആലയത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം സാനിറ്റൈസ് ചെയ്യണമെന്നാണ്. പക്ഷേ നമ്മൾ എത്ര പേരെന്ന് ചെയ്ത് കാണും. അപ്പോൾ ഇതുപോലെ വിവാഹ ഭവനത്തിലും വരുന്നവർക്ക് ധരിക്കുവാൻ പ്രത്യേക വസ്ത്രങ്ങൾ അവിടെയും ക്രമീകരിച്ചിരുന്നു എന്നുണ്ട്. അപ്പോൾ എത്രമാത്രം പ്രൗഢിയായിട്ടാണ് വിവാഹം നടന്നിരുന്നത് നമ്മൾ നോക്കുക. അത് ധരിക്കാതെ ആ വിവാഹ വേദിയിൽ വന്ന് പങ്കെടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരെ ആ വിവാഹ വേദിയിൽ നിന്ന് പുറത്താക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ക്ഷണിക്കപ്പെട്ടവരെല്ലാം അവസാനം ഈ വിവാഹത്തിൽ പങ്കാളികളായി തീർന്ന് അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നത് ക്ഷണിക്കപ്പെടാത്തവരാണ്. അതുകൊണ്ട് ദൈവം ഒരുക്കുന്ന ദൈവരാജ്യം, സ്വർഗരാജ്യം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അത് സർവമാനവർക്കുമായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. വിശ്വാസ പങ്കുവയ്ക്കലിന്റെ അനുഭവം എന്ന് പറയുന്നത് ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. അപ്പൊ ആ വലിയ ദൗത്യം ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെല്ലാം ഈ നാടുകളിൽ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പാതയിൽ നടക്കാൻ നമ്മെ ശക്തിയും ബലവും ആരോഗ്യവും അറിവും വിവേകവും ജ്ഞാനവും സമ്പത്തും എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിരിക്കുന്നു. അപ്പൊ ആ വിശ്വാസം പങ്കുവയ്ക്കുന്നത് നമ്മുടെ സ്വാർത്ഥത പഠിക്കും, നമ്മുടെ ഇച്ഛകൾക്ക് അപ്പുറമായിട്ട് ദൈവഹിത മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് ക്രൈസ്തവർ ദൈവം നൽകുന്ന ദൈവരാജ്യത്തിന്റെ ക്ഷണം തള്ളിക്കളയുമ്പോൾ പിന്നെ അവിടെ ഒരു നിബന്ധനകളുമില്ല. നിബന്ധനകൾ കൂടാതെ ആരെയും ഈ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കാനും ചേർത്തുകൊള്ളാനുള്ള അവകാശം ദൈവം പുത്രൻ നൽകിയിരിക്കുന്നു. ആ അധികാരം, ആ അവകാശം പുത്രൻ നിറവേറ്റുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ക്രൈസ്തവർക്ക് മാത്രമായിട്ടാണ് ഈ സ്വർഗരാജ്യം ക്രിസ്തുവിലൂടെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ കർത്താവ് പറയുന്ന വാക്കുകൾ അതിനുമപ്പുറമാണ്. സർവമാനവർക്കുമായിട്ടാണ് ഈ ദൈവരാജ്യം ഒരുക്കപ്പെടുന്നത്. ഇതിന്റെ പങ്കാളികളായി തീരാനായിട്ട് എന്നെയും നിങ്ങളെയാണ് ദൈവം എടുത്ത് പ്രേരണപ്പെടുത്തുന്നത്. ഈ സമൂഹത്തിൽ ഇപ്പം ബഹുലതയുള്ള ഈ സമൂഹത്തിൽ പല സംസ്കാരങ്ങളും പല വിശ്വാസങ്ങളും പല മതാചാരങ്ങളും ഉള്ള സമൂഹത്തിൽ നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി ക്രിസ്തീയ വിശ്വാസം പങ്കിടുന്നവരായിട്ട് തീരണം. ഇന്ന് വർഗീയത വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വർഗീയതയ്ക്ക് ഒരു വിലയുമില്ല എന്ന് നമ്മുടെ സാക്ഷ്യം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയണം. അതിനപ്പുറമായിരിക്കണം നമ്മുടെ മാനവികതയെ, നമ്മുടെ വിശ്വാസത്തിന്റെ പങ്കുവയ്ക്കലും. അങ്ങനെ ആയിരിക്കുമ്പോൾ നിശ്ചയമായും വിവേചനങ്ങൾക്ക് അതീതമായിട്ട് ദൈവസ്നേഹം നമുക്ക് പ്രകടമാക്കാനായിട്ട് കഴിയും. വചനം ഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളിലൂടെ വചനം അറിയുന്നവർ മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കും. എല്ലാവരും ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരും.
അതിന് ഈ നാടുകളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെല്ലാം ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തേശിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ, ഞങ്ങൾ ബഹുലതകൾ നിറഞ്ഞ വിവിധ സംസ്കാരങ്ങളും മതാചാരങ്ങളും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി സർവരെയും ഒരുക്കപ്പെടാനുള്ള ഉത്തരവാദിത്വവും ദൗത്യവും ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഞങ്ങൾ കെട്ടിയുയർത്തുന്ന മതിലുകളെ തകർത്തെറിഞ്ഞ് ദൈവസ്നേഹത്തിന്റെ വക്താക്കളായിട്ട് പ്രവർത്തിച്ച് വിശ്വാസം പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾ വചനം ഗ്രഹിച്ച് ശരിയായ രീതിയിൽ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം പങ്കിട്ട് സർവമാനവർക്കായി ഒരുക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ അവകാശികളായി ഞങ്ങളും ഈ സർവമാനവരും പങ്കാളികളായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവമേ അവിടുന്ന് കൃപയേകി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാടുകളിലും കോവിഡ് എന്ന രോഗവ്യാപനം അതിരൂക്ഷമായിട്ട് ഞങ്ങളുടെ സംസ്ഥാനത്ത് വ്യാപിക്കുന്നു. ഞങ്ങളുടെ പ്രദേശങ്ങളിലും അതിൻ്റെ വ്യാപനം ഉണ്ടാകുന്നു. സഭ ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് വിടുതൽ ഞങ്ങൾക്കെല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേശത്തുള്ള കുടുംബങ്ങളെയും ഈ മഹാമാരിയിൽ വിടുവിച്ച് കാക്കണമേ. സംഹാരത്തിനടുത്ത് വന്ന് പരീക്ഷിക്കാനോ തൊടുവാനോ അനുവദിക്കാതെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് കൊള്ളണമേ. ഞങ്ങൾ പോകുന്ന വരുന്ന യാത്രകളെല്ലാം ദൈവകൃപയാൽ ഞങ്ങളെ പൊതിയണമേ. എല്ലാ ദോഷങ്ങളും വിടുവിക്കണമേ. ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ നിരൂപണങ്ങളും ഞങ്ങളുടെ പ്രവൃത്തിയും എല്ലാം തന്നെ ക്രിസ്തീയ വിശ്വാസം പങ്കുവയ്ക്കുന്ന അനുഭവമായി കാണുവാൻ കൊണ്ട് സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുകയും അനുഗ്രഹത്തോടെ വഴി നടത്തുകയും ചെയ്യും. ഞങ്ങൾ കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്ന ഞായറാഴ്ച ഒരുക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പകർന്നു ഒരു തടസ്സങ്ങളും കൂടാതെ അത് പങ്കിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവകൃപ പകരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേട്ട സ്തോത്രം മഹത്വം എടുക്കണം. ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവ് പുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന് അനുഗ്രഹവും കാവൽ നടത്തുന്ന നാം എല്ലാവരോടും ഇന്നും എന്നും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.